ഹലോ ഗൈസ്, ജിതനാണ് യുവർ സ്പിരിച്വൽ ബഡി. കേരളം ഞാൻ പറഞ്ഞിരുന്നു, മഴ എറിഞ്ഞാണ് ഈ പറയുന്ന കേരളം കടലിൽ നിന്നും ഉയർന്നു വന്നു. ഈ ഉയർന്നു വന്ന കേരള ഭൂമിക്ക് ഉപ്പായിരുന്നു കൂടുതലും. പരശുരാമൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഗങ്ങളെ കൊണ്ടുവന്നു, എന്നിട്ട് നാഗങ്ങളെ കൊണ്ട് ഉഴുതുമറിച്ചു. ഈ ഭൂമി ഫലസമ്പുഷ്ടമായിട്ടുള്ളൊരു ഭൂമിയായിട്ട് മാറി. ഉപ്പിനകത്ത് ഈ പറയുന്ന പച്ചക്കറികളോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും വരില്ല. കുറച്ചും കൂടി വളരാൻ കൂടുതൽ നിൽക്കുന്ന ചാൻസ് ഉള്ള കാര്യം കേരമാണ്, അല്ലെങ്കിൽ നമ്മുടെ തെങ്ങാണ്. അതുകൊണ്ടാണ് കേരളത്തിന് കേരനിരകളുടെ നാട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന നാഗങ്ങളെ കൊണ്ട് ഉഴുതുമറിച്ച് ഇവർ ഫെർട്ടിലൈസ് ആക്കി. പക്ഷേ നാഗങ്ങൾ തിരിച്ച് റിട്ടേൺ ആയിട്ടൊരു കാര്യം ചോദിച്ചു, അതായത് ഇവർക്ക് ഇവിടെ കുടികൊള്ളാൻ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു, അവകാശം കൊടുക്കണം എന്ന് പറഞ്ഞു. അവർക്ക് അവകാശം കൊടുത്തു. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ പറയുന്ന നാഗക്കാവുകൾ അല്ലെങ്കിൽ സർപ്പക്കാവുകൾ കൂടുതൽ. കമ്പയറിംഗ് വിത്ത് അതർ സ്റ്റേറ്റ്സ്, കേരളത്തിൽ ഇത് കൂടാനുള്ള കാര്യം ഇതുകൊണ്ട് തന്നെയാണ്. കാരണം നമുക്ക് നിങ്ങൾ തൊട്ടടുത്ത് കഴിഞ്ഞാൽ കുറേ നാഗക്കാവുകൾ ഉണ്ടാവും. പക്ഷെ തമിഴ്നാട്ടിലോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ കർണാടകയിലോ ആന്ധ്രയിലോ പോയി കഴിഞ്ഞാൽ കുറച്ച് ഇത്രയ്ക്കും ക്രൗഡഡ് ആയിരിക്കില്ല, കുറച്ചും കൂടി കുറവായിരിക്കുള്ളൂ. ഇതിൻ്റെ റീസൺ ഇതാണ്. ഓക്കെ, പിന്നെ ഈ പരശുരാമൻ കേരളത്തിൽ 108 ക്ഷേത്രങ്ങൾ പണിതു വെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാൻ തുളു ബ്രാഹ്മിൺസ്, തുളുനാട്ടിലുള്ള തുളു ബ്രാഹ്മിൺസിനാണ് അവകാശം കൊടുത്തത്. അവിടെ 64 തുളു ബ്രാഹ്മിൺസ് ഫാമിലി ഉണ്ടായിരുന്നു. അതിനകത്ത് 32 തുളു ബ്രാഹ്മിൺസ് ഫാമിലിക്കാണ് ഈ പറയുന്ന കേരളത്തിൽ ഈ പറയുന്ന ഇത് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നത്. അവരാണ് ഇവിടെ ഈ പറയുന്ന പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പയ്യെ പയ്യെ ഇവർ ബാക്കിയുള്ള അമ്പലങ്ങളിലോട്ടും ഇവരുടെ ഇത് വന്നു തുടങ്ങി, പവർ എടുത്തു തുടങ്ങി. അപ്പോഴാണ് തന്ത്രം പിഴച്ചു തുടങ്ങിയത്. എന്തുകൊണ്ടാണ് തന്ത്രം പിഴച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കുറച്ചും കൂടി സാത്വികമായിട്ട് പൂജ പോയിട്ടുള്ളവരാണ്. പക്ഷേ നമ്മുടെ മുതുമുത്തശ്ശന്മാർ സാത്വികമായിരുന്നില്ല. അവരൊക്കെ കുറച്ച് താത്വികമായിട്ടും ഗുണത്തിലൊക്കെ തന്നെയായിരുന്നു പൂജ ചെയ്തിരുന്നത്. അതായത് ഈ പറയുന്ന ശാസ്താവിനോ അല്ലെങ്കിൽ മുത്തപ്പന്മാർക്കോ കള്ളും ഈ പറയുന്ന ഇറച്ചിയും ചോരയൊക്കെയാണ് ഇവർ നിവേദ്യമായിട്ട് കൊടുത്തിരുന്നത്. ഈ കാട്ടിലെ ശാസ്താവിനൊക്കെ എസ്പെഷ്യലി റോ മീറ്റും റോ ബ്ലഡുമാണ് കൊടുത്തിരുന്നത് നിവേദ്യമായിട്ട്. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ മാറി തുടങ്ങി. ഇങ്ങനെയാണ് തന്ത്രം പിഴച്ചു തുടങ്ങിയത്. അതുകൊണ്ടാണ് പല ആൾക്കാരും ഇത് എതിർപ്പായതോടെ കുലദേവതേനെയൊക്കെ മറന്നു തുടങ്ങിയത്. അങ്ങനെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. കാരണം ഇതൊക്കെ ഒരു പണി തന്നെയാണ്. കാരണം പരശുരാമൻ, ഞാൻ മുന്നിൽ പറഞ്ഞിരുന്നു, പരശുരാമൻ ഈ പറയുന്ന ക്ഷത്രിയ ഗണങ്ങളോട് എല്ലാവരോടും എതിർപ്പ് നിന്നിരുന്നൊരു വ്യക്തിയായിരുന്നു. പുള്ളി ഈ പറയുന്ന കാര്യങ്ങൾ തുളു ബ്രാഹ്മിൺസിനാണ് കുറച്ചും കൂടി പവർ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുത്തു. ഇത് തർക്ക വിഷയമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കൂടുതൽ ഇതിനകത്തോട്ട് എനിക്ക് ചൊഴഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഇത് പലതും എനിക്ക് ഈ പറയുന്ന പോലെ ജാതി പദം അങ്ങനെയൊന്നും പറയാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ വിടാവുന്നത്. നമ്മൾ മനുഷ്യരെല്ലാവരും ഒന്നാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ മനുഷ്യരെല്ലാവരും ഒന്നാണ്. ഓക്കെ, അപ്പുറത്തിരിക്കുന്ന ആളുടെ സോളും ഇപ്പുറത്തിരിക്കുന്ന ആളുടെ സോളും തമ്മിലാണ് കണക്ഷൻ. അല്ലാണ്ട് ഈ ഫിസിക്കൽ ബോഡിയൊക്കെ ജസ്റ്റ് മാറ്റേഴ്സ് മാത്രമാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പുറകിൽ നടന്ന കഥ. കാരണം ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ പുരാണാസൊക്കെ നമുക്ക് ആർക്കും പഠിക്കാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ പുരാണാസ് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും ഒരു സ്ഥലത്തും മെൻഷൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ഉള്ളവർ മാത്രമേ നിങ്ങളുടെ പോകുന്നുള്ളൂ. അല്ലാത്തൊരു ജസ്റ്റ് ഈ എന്തൊക്കെയോ കഥകളും കേട്ടും കാര്യങ്ങളും കേട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. കാരണം എനിക്ക് ഇതിനകത്ത് കുറച്ച് കൂടുതൽ എനിക്ക് പറയാൻ താല്പര്യം ഇല്ല. കാരണം കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ വിട്ടു കളയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.